അപകടം നടന്ന സ്ഥലത്തെ MP ലഡാക്കിൽ നിൽക്കുകയാണ്. ഇതറിഞ്ഞിട്ട് പോലും അനങ്ങുന്നില്ല. അപ്പോൾ ആ പാർട്ടിയുടെ നേതാവായ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ച് ചോദിക്കുകയാണ്, ലഡാക്കിൽ നിൽക്കണം താൻ, ഓടി പോടോ. തൃശ്ശൂർ തലസ്ഥാനത്ത് ഒരു SIക്കെതിരെ സ്റ്റേഷൻ മാർച്ച് നടത്തിയപ്പോൾ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേന്ന് വിളിച്ച് ഒരു റിട്ടയർഡ് ഒരു DGP പെണ്ണുപിള്ള ചരിത്രം സൃഷ്ടിച്ചത് ഈ ചൂടത്തും ഞങ്ങൾ തലസ്ഥാനവാസികൾക്ക് ചിരിക്കാനുള്ള വക നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 36 വർഷം IPS കുപ്പായം ഇട്ടിട്ട് അതിൽ നിന്ന് റിട്ടയറായി ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്നപ്പോൾ പോലീസുകാരെ നോക്കി ആ സ്ത്രീ വിളിക്കുകയാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേന്ന്. എന്നിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്, ഞാൻ റിട്ടയറായ ശേഷമല്ല പുല്ലെന്ന് വിളിക്കുന്നത്. നമസ്കാരം പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ശാന്തിയുള്ള ടോക്സ് ആണ്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു റിട്ടയർഡായ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, അതും ഉന്നത പദവിയിൽ ഇരുന്ന് റിട്ടയർഡായ പോലീസ് ഉദ്യോഗസ്ഥ, അവരൊരു പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പോകുമ്പോൾ പോലീസിനെതിരെ തന്നെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച. എന്താ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയുക? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണെന്ന് അവർ തന്നെ പറയുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പിന്നെ നമുക്ക് വല്ലതും പറയാനുണ്ടോ? എന്താണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാത്തത്. പിന്നെ ഒരു കഥ പറയാനുള്ളത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയാണ്. അത് പിന്നെ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രവൃത്തികളൊക്കെ ഈയിടെയായിട്ട് ഏതോ രീതിയിലാണ്. നമ്മൾ സിനിമയെ കണ്ട സുരേഷ് ഗോപിയെ ഒന്നുമല്ല, വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് ആ പുള്ളിയുടെ വർത്തമാനം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ആണ്. എന്താണ് പുള്ളി ഇങ്ങനെയൊക്കെ അബദ്ധനായി സംസാരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ എന്തായിരുന്നാലും ഈ രണ്ട് തൽപര കക്ഷികളെ നമ്മുടെ ശാന്തിയുടെ ദിനേശയുടെ എടുത്ത് അലക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ഈ ശാന്തിയുടെ ടോക്സ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് കൊണ്ടുവന്നത്. അപ്പം നമ്മളെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മളൊന്ന് സപ്പോർട്ട് തരാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, കൂടാതെ ലൈക്കും ഷെയർ കമൻറ്റും ഒക്കെ തന്ന് നമുക്ക് മാക്സിമം സപ്പോർട്ട് നൽകുക. അപ്പോൾ നമുക്കറിയാം, വീഡിയോ കാണാം. കാര്യം ആള് സുരേഷ് ഗോപിയാണ്. കഴിഞ്ഞ കുറേ കാലമായി ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ അബദ്ധങ്ങളും ഭംഗത്തരങ്ങളും ഒക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ശത്രുവായി എന്ന് ഉള്ളതുപോലെ ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മക്കളുടെയും, പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ പയ്യൻ്റെ വർഗ്ഗശത്രുവായി മാറി ഞാൻ. അത് ഞാൻ കാര്യമാക്കുന്നില്ല, നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. അദ്ദേഹം പറയുന്നതൊന്ന്, കേൾക്കുന്നത് മറ്റൊന്നായി പോകുന്നു. തലയിൽ ആൾ താമസം ഇല്ലാത്തവന്മാർ എന്തിനും ഏതിനും കൈയടിക്കാനുള്ളപ്പോൾ എന്തും വിളിച്ചു പോകാൻ ആർക്കും ആ നിലവാരത്തിലേക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും, മണ്ട പറ 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 എന്ന്. മനസ്സിലായില്ലേ? യുവമാർക്ക് പറഞ്ഞുകൂടാ ഈ സുരേഷ് ഗോപി എന്താണ് പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. ഇപ്പം തന്നെ തലസ്ഥാനത്ത് ഒരു SIക്കെതിരെ സ്റ്റേഷൻ മാർച്ച് നടത്തിയപ്പോൾ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേന്ന് വിളിച്ച് ഒരു റിട്ടയർഡ് ഒരു DGP പെണ്ണുപിള്ള ചരിത്രം സൃഷ്ടിച്ചത് ഈ ചൂടത്തും ഞങ്ങൾ തലസ്ഥാനവാസികൾക്ക് ചിരിക്കാനുള്ള വക നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ അവരെ ഒരു മാന്യായ സ്ത്രീ എന്നൊക്കെയാണ് കരുതിയത്. എനിക്കൊരു മെസ്സേജ് ഇട്ടു, ഞാനൊന്ന് വിളിച്ചോട്ടെ, ഒരു DGP അല്ലേ. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, ഞാൻ നേരി വന്ന് കാണാം മാഡം എന്ന് മറുപടി ഇട്ടു. പോത്ത് നന്നായി എന്നിപ്പോൾ തോന്നുന്നു. 36 വർഷം IPS കുപ്പായം ഇട്ടിട്ട് അതിൽ നിന്ന് റിട്ടയറായി ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്നപ്പോൾ പോലീസുകാരെ നോക്കി ആ സ്ത്രീ വിളിക്കുകയാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേന്ന്. എന്നിട്ട് ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്, ഞാൻ റിട്ടയറായ ശേഷമല്ല പുല്ലെന്ന് വിളിക്കുന്നത്. ഡ്യൂട്ടി സമയത്തും തെറ്റ് കാണിക്കുന്ന പോലീസുകാരെ ഞാൻ പുല്ലേന്നാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞാനറ്റ യൂണിഫോം ഇട്ട പോലീസുകാരനായിരിക്കണമായിരുന്നു. യൂണിഫോം ഇട്ട പോലീസ് കോൺസ്റ്റബിളായ എന്നെ ഈ പെണ്ണുപിള്ള പുല്ലേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് തമിഴൻ തലമുടിയെ പറയില്ലേ, ആ വാക്ക് തിരിച്ചു വിളിച്ചത്, നീ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് കേട്ടെന്നെ. പാവം പോലീസുകാർ അത് കേട്ടോണ്ട് പോയിരിക്കാം. അവർ തുറന്നു പറയുന്നു, ഞാൻ സർവീസിലുള്ളപ്പോഴും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സംസ്കാരം മനസ്സിലായില്ലേ? ഇങ്ങനെ ഞങ്ങൾ തലസ്ഥാനത്ത് ഇപ്പോൾ അത് കേട്ട് ഭയങ്കര ചിരിയാണ്. 36 വർഷം കാക്കിയിട്ട അമ്മച്ചിയാണ് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേന്ന് വിളിക്കുന്നത്. കൂട്ടിന് കൊലപാതക കേസിൽ 2.5 വർഷം ജയിലിൽ കിടന്ന ഗാന്ധിയനായ ആ പാർട്ടിയുടെ ജില്ലാ നേതാവ്. മൊത്തത്തിൽ രസകരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കാഴ്ചകൾ. ബാക്കിയൊക്കെ വിടാം. തൃശ്ശൂർ MP ആയ ശേഷം എന്തൊക്കെയാണ് ഞാൻ വിളിച്ചു പോകുന്നതെന്ന്, അതിലെന്തെങ്കിലും ഒരെണ്ണം പറയാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്നുമൊക്കെ സ്വയം വിശകലനം ചെയ്യേണ്ടതാണ് അദ്ദേഹം. ഏതവനോടായാലും എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിരിക്കും, കേട്ടോടാ മറ്റേ മോനെ എന്ന് പറയുന്ന ഒരാളിനോട്, അല്ലെങ്കിൽ ആമ മുട്ട തേങ്ങ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ആർക്കെങ്കിലും തർക്കിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. അത് പോട്ടെ, നമ്മൾ പറയുന്നത് മനസ്സിലാക്കാത്തവരോട് തർക്കിക്കരുത്, പാഴാകും സമയവും നമ്മുടെ ആരോഗ്യവും. തൃശ്ശൂർ പൂരത്തിന് പൊലിമയേകുന്ന മത്സര വെടിക്കെട്ടാണല്ലോ ഉണ്ടാകാറ്. നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എല്ലാം പൊട്ടിത്തെറിച്ച് തവിട് പൊടിയായി, കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇത് ചിത്രീകരിക്കുക ഇങ്ങോട്ട് വരുമ്പോൾ എഴുതി കാണിക്കുന്നത് ആ വെടിക്കെട്ടിൻ്റെ ചുമതലക്കാരൻ ലൈസൻസി അദ്ദേഹവും മരിച്ചു. എനിക്കേടം ഭയങ്കര വിഷമം തോന്നി. മനഃപൂർവ്വം ആരെയും കൊല്ലില്ലല്ലോ. നാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട്, കരിയെയും കരിമരുന്നിനെയും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കൊണ്ടു കിടക്കരുതെന്ന്. രണ്ടും അപകടകാരികളാണ്. കരി എന്ന് പറഞ്ഞാൽ ആന,
ആനയും വെടിക്കെട്ടും വേണമെന്ന് ഒരു ദൈവവും പറഞ്ഞിട്ടില്ല എന്ന് നാരായണ ഗുരു പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞ എന്ന് പറഞ്ഞാൽ നാരായണ ഗുരു ഇരിക്കുന്ന അമ്പലത്തിലും ഇത് തന്നെയാണ് പരിപാടി. മനുഷ്യ ജീവനുകൾ ചിന്നിച്ചിതറി. സ്ഥല എം പിയും സ്ഥല എം എൽ എയും ഒക്കെ സ്വാഭാവികമായി അവിടെ എത്തണമല്ലോ. എം പി ഇല്ല. അതാ വരുന്നു എം പി. എം പി ഇല്ലായിരുന്നു ആദ്യം. വന്ന ഉടനെ എവിടെയായിരുന്നു ഇത്രയും നാളെന്ന് ആരും ചോദിക്കില്ല കക്ഷിയോട്. ഉത്തരം മോശത്തരമായിരിക്കുമല്ലോ പറയുന്നത്. അതുകൊണ്ട് ആരും ചോദിച്ചില്ല, സാറേ എം പി നിങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു, ഇത്രയും ദിവസം എവിടെയായിരുന്നു ചോദിക്കണ്ടേ? ആരും ചോദിച്ചില്ല. ചാടി കുതിച്ച് എയർപോർട്ടിൽ നിന്ന് മറ്റേ ഭരചന്ദ്രൻ വരും പോലെ ചാടി കുതിച്ച് വന്ന പാടെ പറഞ്ഞതാണ് രസം. ഞാൻ ലഡാക്കിലായിരുന്നു. പ്രധാനമന്ത്രി വിളിച്ച് ഉടനെ തൃശ്ശൂരിലെത്താൻ പറഞ്ഞു അത്രേ. അതിദാരുണമായ ഒരു സംഭവം. ഓരോ തവണ സംഭവിക്കുമ്പോഴും നമ്മളിരുന്ന് വിലപിക്കുന്നതല്ലാതെ ഒരു പ്രതിവിധി, ഇതിൻ്റെ പൂർണ്ണമായ പ്രൊട്ടക്ഷൻ, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മനസ്സിലാണ് വർണ്ണങ്ങൾ ആകാശത്ത് വിരിയിച്ച് കാണിക്കുന്നത്. അതിനുവേണ്ടി ജീവിതം, ജീവൻ ഒക്കെ ഹോമിച്ച് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരുടെ ഒരു എക്സ്റ്റൻഡഡ് പ്രൊട്ടക്ഷൻ എന്താണെന്നുള്ളതും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതൊന്നും ഇപ്പം ആലോചിക്കാനുള്ള സമയമല്ല. അതും തീർച്ചയായിട്ടും ഉടനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതലായിട്ടൊന്നും പറയാനിപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ അല്ല ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത്, അതായത് ഏതാണ്ട് 1:30-ക്കും 2:30-ക്കും ഇടയ്ക്കാണ് 40 പേർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഊണ് കഴിഞ്ഞ് എത്ര പേര് പുറത്തു പോയെന്നോ ഉള്ളതൊന്നും നമുക്ക് ഇനിയിപ്പം നമുക്ക് മാൻ മിസ്സിങ് എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ വരുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായ കണക്ക് കിട്ടുന്നത്. അത് പോലീസ് അതിൻ്റെ ജാഗ്രത പാലിക്കുന്നുണ്ട്. അവിടുത്തെ പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഓഫീസേഴ്സൊക്കെ കുറച്ച് കോഷ്യസ് ആയിരിക്കും അതിനെ സമയം. മാൻ മിസ്സിങ് അറിയണം. ഈ പറഞ്ഞ DNA ക്രോസ് എക്സാമിനേഷന് ശേഷം എത്ര പേര് നമ്മുടെ കണക്കിൽ നമുക്ക് പോയി എന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും, ഇതെല്ലാം എടുക്കണം. അതിനുശേഷം മാത്രമേ അറിയൂ. അതിനും പുറമെ ആരെങ്കിലും കാണുവാനില്ല എന്ന് പറഞ്ഞു വന്നാൽ പിന്നെ നമ്മൾ അതിനു വേണ്ടുന്ന അന്വേഷണം നടത്താം. അത്രയുമാണ് കാര്യം. ബാക്കി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെസ്സേജും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ എന്ന് പറയുന്നത് PMOയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിന് മേലെ ഇനി എന്താണ് എന്നൊക്കെ ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ തീരുമാനിക്കണം. മാത്രമല്ല എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അല്ലെങ്കിൽ കോടിയോളം വരുന്ന ആൾക്കാരുടെ മനസ്സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു പ്രകടനമാണ് ഓരോ വർഷവും പൂരപ്പറമ്പിൽ അവർ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് പൊതുജനങ്ങൾ ഒരുപക്ഷെ ഇതിനകത്തുനിന്ന് സന്തോഷവും വിനോദവും ഒക്കെ, നിങ്ങൾ ചാനൽ ഹൗസസ് വരെ ഇതിനകത്തുനിന്ന് ഒരുപാട് റവന്യൂ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടി അവർക്കൊരു ഹ്യൂജ് കൺസോർഷ്യം ഉണ്ടാവണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ട്. എല്ലാവരും ഇതിൽ പങ്കുവഹിക്കേണ്ടതുണ്ട്. നമ്മൾ വേദന മാത്രം ചർച്ച ചെയ്ത് പോയാൽ പോരെ, പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്ത് പോയാൽ പോരെ. ഇതിനകത്ത് യാതനയിൽ ആണ്ടുപോയ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളത് നിങ്ങളും ജനങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിൻ്റെ അർത്ഥം ഇത് ഈ പ്രോഗ്രാം കാണുന്നത് നിങ്ങൾ തീരുമാനിച്ചു. ഒരു വലിയ ദുരന്തം നടന്നിടത്ത് ജോലിയൊന്നും ഇല്ലെങ്കിലും കേന്ദ്ര സഹമന്ത്രിയായ ആ അപകടം നടന്ന സ്ഥലത്തെ MP ലഡാക്കിൽ നിൽക്കുകയാണ്. ഇതറിഞ്ഞിട്ട് പോലും അനങ്ങുന്നില്ല. അപ്പോൾ ആ പാർട്ടിയുടെ നേതാവായ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ച് ചോദിക്കുകയാണ്, ലഡാക്കിൽ നിൽക്കുകയാണ് താൻ, ഓടിപ്പോടോ തൃശ്ശൂർ എന്ന് പറഞ്ഞൊന്നുമാണെങ്കിൽ നമുക്കാക്കാം. വേഗം തൃശ്ശൂർ ചെല്ലൂ, അവിടെ ആവശ്യമുള്ളതൊക്കെ പോയി ചെയ്യൂ എന്ന് പറഞ്ഞൊന്നും ആക്കാം. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ അർത്ഥത്തിലല്ല മറ്റുള്ളവരെടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് നമ്മുടെ വർത്തമാന കേരളത്തിലെ സംഭവ വികാസങ്ങൾ. പിന്നെ എന്തായാലും അവിടെ തൃശ്ശൂർ സംഭവിച്ചത് വലിയൊരു അപകടമാണ്. മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അറിയിക്കുന്നു. കുടുംബങ്ങൾക്ക് എല്ലാവിധ സമാധാനവും ഉണ്ടാകട്ടെ. എന്ത് ചെയ്യാനൊക്കും, അവരെ സഹായിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. അത് ആ രീതിക്ക് നടക്കും, കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരുപാട് ജനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള സംഭവത്തിലാണ് അവർക്ക് ഈ ഒരു ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഖേദകരം. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് ഈ പറയുന്ന ഒരു കേസ് കേട്ടോ, 1-2 കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ. പണിയില്ലാത്തൊരു കേന്ദ്രമന്ത്രിയും ആ സമയത്ത് ലഡാക്ക് നിൽക്കുകയായിരുന്നു. ഓടടാ തൃശ്ശൂർ എന്ന് പറഞ്ഞു അങ്ങനെ ഓടി വന്നതാണ്. പിന്നെ പോലീസ് സ്റ്റേഷനെ മാർച്ച് ചെയ്യാൻ പോയ പോലീസിൽ തന്നെ ഉന്നത പദവി അലങ്കരിച്ചിരുന്ന ഒരു
റിട്ടയർഡായ ഉദ്യോഗസ്ഥയുടെ തമാശ നിറഞ്ഞ മുദ്രാവാക്യവും നമ്മൾ കേട്ട്. ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളതാണ് ഏക ഒരു ആശ്വാസം. എല്ലാം പിന്നെ ഇവിടെ ആണല്ലോ നടക്കുന്നത്. എന്തായിരുന്നാലും കൊള്ളാം. അപ്പം അവസാനം വരെ ഈ വീഡിയോ കണ്ടതും കേട്ടതുമായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വേറെ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. താങ്ക് യു.